നമ്മളിപ്പോൾ കണ്ണച്ചേട്ടൻ്റെ എൻഗേജ്മെൻറ്റിന് മുന്നേ ഉള്ള ഒരു ഫേഷ്യലിങ്ങും കാര്യത്തിനും ഒക്കെ പോവാണ്. കൂടെ എനിക്കും ചെയ്യുന്നുണ്ട്, പെങ്ങളാണല്ലോ, ഓഫ് കോഴ്സ് നമ്മളും ചെയ്യണമല്ലോ. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കും. അതിൻ്റെ കൂടെ കണ്ണച്ചേട്ടൻ്റെ പനിയായി. ഇപ്പം പനി നാളത്തേക്ക് കുറയുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഫേഷ്യലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇല്ലെങ്കിൽ ഫേഷ്യൽ ചെയ്യാൻ ലേറ്റ് ആവും. അതൊക്കെ ചെയ്തു വരുമ്പോൾ കുറച്ച് ടൈം എടുക്കുമല്ലോ അങ്ങനെ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇനി കാണാം. നമ്മളിവിടെ എത്തിയേക്കുകയാണ്. ഇനി സലൂണിലോട്ട് നമുക്ക് കയറിയിട്ട് കാണാം. എപ്പോഴും എന്തിനാ ഇങ്ങനെ മുടിയിൽ പിടിക്കുന്നത്? എപ്പോഴും എന്തിനാ ഈ മുടിയിൽ ഇങ്ങനെ പിടിക്കുന്നത്? ഇത് പ്രൊഡക്ട്സ് കാണിക്കാനായിരിക്കും. ഇപ്പം നമുക്ക് അവർ ഫേഷ്യൽ കിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. ബ്ലൂ കളർ ഇരിക്കുന്നതിന് 4500 വൈറ്റ് കളർ ഇരിക്കുന്നതിന് 3500. എൻ്റെ കയ്യിലിരിക്കുന്ന പപ്പായയുടെ ഫേസ് വാഷിന് 2500. ഫൈനലി നമ്മുടെ ഡിസ്കഷന് ശേഷം ഞാൻ പപ്പായയുടെ ഫേസ് വാഷാണ് നിങ്ങളെ ലാസ്റ്റ് കാണിച്ചതാണ് എടുത്തത്. കാണിച്ചിട്ട് ആ ബ്ലൂ കളറിലെ ബോക്സിൽ അതാണ് എടുത്തത്. ഗൈസ്, നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം അതിനകത്ത് നമ്മൾ ചെയ്യാൻ കൊണ്ടുപോയാൽ വീഡിയോ എടുക്കാൻ കയറ്റത്തില്ല. കണ്ണച്ചേട്ടൻ വേറെ റൂമിലായിരുന്നു കയറിയത്, ഞാനൊരു വേറെ റൂമിലാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് കയറാൻ പറ്റത്തില്ലല്ലോ, ഒരാളെ അതിനകത്ത് അവർ കയറ്റു. അപ്പം ഞാൻ ചെയ്യുമ്പോഴും നമ്മൾ കണ്ണടച്ചൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഫേഷ്യൽ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞ അതുകൊണ്ടാണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഒരു പാക്കറ്റിലാണ് ഇവിടെ ലൈറ്റ് ഇടാം. ഏറ്റവും ലാസ്റ്റ് ഒരു പാക്കറ്റ് നമ്മൾ കേട്ടോ. എൻ്റെ ഫ്രണ്ടിലോട്ട് മുടി എടുത്തിട്ട് എന്നെ കാണാൻ രസമില്ലല്ലെങ്കിൽ. അപ്പോൾ ലാസ്റ്റ് ഒരു പാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ് പോലത്തെ ഒരു തുണി ഒരു ക്ലോത്ത് നമ്മുടെ ഫേസിലോട്ട് ഇട്ടതിന് ശേഷം ഇവർ ഈ പാക്ക് ഇടുന്നത്. അപ്പം ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ പാക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യും. പിന്നെ ഈ മൂക്കിൻ്റെ അവിടെ മാത്രം ഇച്ചിരി ചെറിയൊരു ഹോൾ ഇടും നമുക്ക് ശ്വാസം എടുക്കാനും ഒക്കെ വേണ്ടിയായിട്ട്. എനിക്ക് മൊത്തത്തിൽ ഇട്ടിട്ട് ശ്വാസം മുട്ടുന്ന പോലെ ഞാൻ ഇത് പിടിച്ചങ്ങ് പൊക്കിയിട്ട് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഇവിടെ ഇച്ചിരി ഹോൾ വേണം. പിന്നെ അവരിങ്ങനെ മൗത്തിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഹോൾ എനിക്ക് ഇവിടെ ഇച്ചിരി ഭാഗത്ത് ഹോൾ തന്നു. പിന്നെ പാക്ക് 10 മിനിറ്റ്സ് ഇട്ടതിന് ശേഷം അവർ വന്ന് പിന്നെ എല്ലാം റിമൂവ് ചെയ്ത്. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ 2 ഡേയ്സേക്ക് ഫേസ് വാഷ് കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കരുത്. അപ്പം ഞാൻ ചോദിച്ചു മോയ്സ്ചറൈസർ സൺസ്ക്രീനും ഇടാവോ എന്ന് ചോദിച്ചു. പറഞ്ഞു അത് 2 യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, നോർമൽ വാട്ടർ മാത്രമേ വാഷ് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അതേ ഉള്ളു. പക്ഷെ കൊള്ളായിരുന്നു. ഒരു കുറച്ചിങ്ങനെ നെക്കിൻ്റെ സൈഡിലും ബോഡിയിലുമായിട്ട് കുറച്ച് മസാജും കാര്യങ്ങളും ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇച്ചിരി മസാജ് ഹാർഡായി പോയോ എന്നൊരു ഡൗട്ട്. എന്ന് വെച്ചാൽ കുറച്ച് നല്ല ചെയ്യുമ്പോൾ നല്ല ബലത്തിലാണ് ചെയ്തത് അവർ. അപ്പം അങ്ങനെ അപ്പം എന്നോട് ഇങ്ങനെ ചെയ്യുന്നതിനിടയ്ക്ക് ചോദിച്ച്, അപ്പം ഒരു ഹിന്ദിക്കാരിയായിരുന്നു കേട്ടോ ചെയ്ത് ചേച്ചി. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു തോടാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പിന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ചെയ്ത ഫേസിലെല്ലാം ആയിട്ട്. കുഴപ്പമില്ലായിരുന്നു, കൊള്ളായിരുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഗ്ലോ ഇപ്പം ഗ്ലോ ഒരു 2 ഡേയ്സ് കഴിയുമ്പോഴായിരിക്കും മേ ബി കുറച്ചും കൂടെ ഗ്ലോ. പിന്നെ ഇപ്പോൾ ഒരു ഷൈനിങ് ഉള്ളത് ആ ചെയ്തതിൻ്റെ ഒരു ഷൈനിങ് ആണ്. പിന്നെ ഞാൻ ഐബ്രോസും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ കണ്ണച്ചേട്ടനും ചെയ്തിട്ടുണ്ട് ഫേഷ്യല്. അതിൻ്റെ ചെറിയൊരു ഗ്ലോ എനിക്ക് ഫേസിലൊരു ഷൈനിങ് കണ്ടു. അത് ആ ലാസ്റ്റ് ഇടുന്ന ഒരു സംഭവം എന്തോ ഒരു ഓയിൽ ഫേസിൽ അപ്ലൈ ചെയ്യും, ഒരു ക്രീമോ എന്തോ. അപ്പം അതിൻ്റെ ഒരു ഷൈനിങ് ആണ് ഈ കാണുന്നത്. അപ്പം അത്രയേ ഉള്ളടാ ഞങ്ങളുടെ ഫേഷ്യലിംഗ് പരിപാടിയെല്ലാം കഴിഞ്ഞ്. പിന്നെ ആ കൊച്ചിൻ്റെ ബിയേഡും കാര്യങ്ങളും ഒക്കെ ഒന്ന് ട്രിം ചെയ്തൊന്ന് ലെവലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ഫ്ലവർ ഷോപ്പിൽ ഫ്ലവർ ഓർഡർ കൊടുക്കണം. ഹെയർ വാഷ് ചെയ്ത് തലേന്ന് നമ്മൾ ഹെയർ വാഷ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാൻ അവർ പറഞ്ഞേക്കുന്നത്. 3 ടൈംസ് എങ്കിലും ഹെയർ വാഷ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇന്ന് നെക്സ്റ്റ് ഡേ ആണ് ഗൈസ്. ഇന്നലെ നമ്മൾ പിന്നെ പൂ ഓർഡർ ഒന്നും ചെയ്യാൻ പോയില്ല. ബ്രദറിന് ഓൾറെഡി ചെറിയൊരു ഫീവർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, എൻഗേജ്മെൻ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഷോപ്പിങ്ങിനൊന്നും പിന്നെ എൻ്റെ കൂടെ കൂടാഞ്ഞത്. നെക്സ്റ്റ് ഡേ നമ്മൾ നേരെ ഡ്രസ് സ്റ്റിച്ച് ചെയ്തത് മേടിക്കാനായിട്ട് കീഴിൽ ചെന്നതാണ്. അപ്പം കുറച്ചും കൂടെ ടൈം കഴിഞ്ഞിട്ട് ചെല്ലാനാണ് പറഞ്ഞത്. അപ്പം എനിക്ക് ഓർണമെൻറ്റ്സ് വേണമായിരുന്നു,
ഡ്രസ്സിന് വേണ്ടിയുള്ള. അപ്പോൾ ഒരു റെൻറ്റഡ് ഷോപ്പിലോട്ടാണ് നമ്മളിപ്പം പോകുന്നത്. ഇതാണ്ട് ഈ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാം തീർന്നു. കാരണം സെപ്റ്റംബർ 8-നാണ് എൻഗേജ്മെൻറ്റ് വന്നിട്ട്. അന്നത്തെ ദിവസം അടിപൊളി ഒരു മുഹൂർത്തം ഉള്ള ഒരു ദിവസമായിരുന്നു അന്ന്. അത് കാരണം ഇഷ്ടം പോലെ കല്യാണങ്ങളും എൻഗേജ്മെൻറ്റും ഒരുപാട് പ്രോഗ്രാമുള്ള ദിവസമായതുകൊണ്ട് റെൻറ്റഡ് ജ്വല്ലറിയൊക്കെ ഓൾമോസ്റ്റ് സെയിലായി പോയി അവരുടെ കയ്യിൽ നിന്ന്. അപ്പോൾ എനിക്ക് വേറെ ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് അവിടെ ഇല്ല, കാരണം എല്ലാം കഴിഞ്ഞല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ എങ്കിൽ അങ്ങ് വാങ്ങാമെന്നും പറഞ്ഞ് നമ്മൾ നേരെ വെഡ്സ് ഇന്ത്യയിലോട്ട് പോയി. ചെന്നപ്പോൾ തന്നെ ഈ ഒരു മാല കണ്ട ഇതെനിക്ക് അപ്പോഴേ മനസ്സിൽ ഇഷ്ടപ്പെട്ട്. കാരണം എൻ്റെ കുറച്ചും കൂടെ ഡ്രസ്സിൻ്റെ നെക്ക് വന്നിട്ട് കുറച്ച് വൈഡായിട്ടുള്ള നെക്കായിരുന്നു. അപ്പോൾ കുറച്ച് ഒരു ചെറിയൊരു ലോങ് ചെയിൻ വരുന്ന ഒരു മോഡൽ വേണമായിരുന്നു. വലിയ ലോങ് ടൈപ്പായിട്ടുള്ളതും വേണ്ട, ഒരു മീഡിയം രീതിയിൽ അങ്ങ് പറ്റ നെക്ലസ് പോലെ കിടക്കുന്നതും വേണ്ട, കുറച്ച് ആ സ്റ്റോൺ ഇങ്ങോട്ട് ഹാങ് ചെയ്ത് നിൽക്കുന്നുണ്ട് അതേപോലെ നിൽക്കുന്നതായിരുന്നു എനിക്ക് വേണ്ട. പിന്നെ ഞാൻ ഫൈനലി ഇത് തന്നെ ഫിക്സ് ചെയ്തു. വേറെ ഒരുപാട് ഇതെല്ലാം എന്നെ അവർ കാണിച്ചു, ഇതെല്ലാം ഞാൻ വെച്ച് നോക്കി. ആദ്യം ചെന്നപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ട തന്നെ ഫൈനലൈസ് ചെയ്ത് നമ്മളിത് തന്നെ അങ്ങനെ അവസാനം എടുത്ത്. അത്യാവശ്യം അടിപൊളി കളക്ഷൻ ഉണ്ട് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് വെഡ്സ് ഇന്ത്യയുടെ ഈ ജൂവലറി സെക്ഷനിലോട്ട് പോകുന്നത്. ഇയറിങ്സിൻ്റെ ഒക്കെ അടിപൊളി കളക്ഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി കളക്ഷൻ ഉണ്ട്. ബ്ലാക്ക് മെറ്റൽസിൻ്റെ ഇയറിങ്സ് ആവട്ടെ, നിങ്ങൾക്ക് കാണാമല്ലോ. ഇതെല്ലാം ഇഷ്ടം പോലെ പല മോഡൽ, പല വെറൈറ്റി പേൾസ്, സ്റ്റോൺസ്, പല രീതിയിലുള്ള ഇയറിങ്സ്. ഈ ഇയറിങ് ഒക്കെ കണ്ടോ, അടിപൊളി ഇയറിങ്. ഞാൻ മാല എടുത്തപ്പോൾ മാലയ്ക്ക് അതിൻ്റെ കൂടെ തന്നെ മാച്ചിങ് ആയിട്ടുള്ള കമ്മൽ, ആ മാലയുടെ സെറ്റുകൾ മാലയായിട്ട് അതിൻ്റെ കൂടെ ഇയറിങ് ഇല്ലായിരുന്നു. അപ്പം ഇപ്പോൾ അവിടെ എല്ലാം നടന്ന് അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഇയറിങ് തപ്പുവാണ്. അപ്പോൾ ആ ത്രൂ ആയിട്ട് ചേച്ചി നമ്മുടെ കൂടെ ആ ഇയറിങ് തപ്പാൻ, സ്റ്റോണിൻ്റെ മാലയാണെങ്കിൽ അതിനകത്തൊരു ഗോൾഡും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് കാരണം ആ ഗോൾഡ് മിക്സ് ചെയ്ത രീതി ആ സെയിം സ്റ്റോൺ വരുന്ന ഒരു കമ്മൽ തന്നെ നമുക്ക് വേണം. അങ്ങനെ നോക്കി അവിടെ നിന്ന് സത്യം പറഞ്ഞാൽ കിട്ടിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ അത് നോക്കുന്നതിനിടയ്ക്ക് ഈ ഒരു ഇയറിങ് ഉണ്ടല്ലോ എൻ്റെ കയ്യിലിരിക്കുന്നത്, അതൊക്കെ എന്തൊരു അടിപൊളി ഇയറിങ് ആണെന്ന് അറിയാം. ഇതാണ്ട് അവസാനം ചേച്ചി ആ ബോക്സിലൊക്കെ കുറേ ഇയറിങ് അവിടെ ഇരിപ്പുണ്ട്, അതെല്ലാം എടുത്തുകൊണ്ട് വന്ന് എന്നെ കാണിക്കും. അതാ ഈ ബോക്സിലിരിക്കുന്ന ഇയറിങ് ഒക്കെ അടിപൊളി ഇയറിങ്, എന്തോ അടിപൊളി കളക്ഷൻ എന്നറിയാം. ഈ ഒരു സിംഗിൾ പീസ് ഇയറിങ് മാത്രം ഇട്ടാൽ മതി, മാല പോലും വേണ്ട. അടിപൊളി. നമുക്ക് ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ വരുമ്പം നല്ല ഗൗൺ പോലുള്ള ഡ്രസ്സിനെയൊക്കെ ഇതേപോലെ ഒരു സിംഗിൾ പീസ് നല്ല ഇയറിങ് മാത്രം ഇട്ടാൽ മതി. അത്ര അടിപൊളി ഇയറിങ് കളക്ഷൻ വെഡ്സ് ഇന്ത്യയിലുണ്ട്. അതിനുശേഷം നമ്മൾ ഇയറിങ് തപ്പി എസ് ഭാരതിലോട്ടാണ് പോയത്. എനിക്ക് കറക്റ്റ് സ്റ്റോൺ വരുന്ന കറക്റ്റ് ഇയറിങ് കിട്ടി എസ് ഭാരതിയിൽ നിന്ന് കണ്ട ഗൈസ്. എൻഗേജ്മെൻ്റ് ആയതുകൊണ്ടേ സൗന്ദര്യം ഒന്ന് കൂട്ടാൻ ശ്രമിച്ചതാ. താടിയിലൊന്ന് പണിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. എന്താ ഇത് കണ്ടോ നിങ്ങൾ, ഇവിടെയും എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. അവിടെ ഹെയർ അവിടുത്തെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ്. എന്തിൻ്റെ അസുഖമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ നേരെ നോക്കിയേ, ഇത് കണ്ടോ. ഇത് ഞാനിപ്പോൾ ഐബ്രോ പെൻസിൽ വെച്ച് ഇവിടെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇതാ ഞാൻ കുറച്ച് ഫില്ല് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പം കണ്ടോ, ഇപ്പം കറക്റ്റ് സെറ്റ്. ഓരോ വട്ടത്തരകൾ കാണിച്ചേക്ക്. എൻഗേജ്മെൻ്റ് ആയതുകൊണ്ട് സുന്ദരനാവാൻ ശ്രമിച്ചത് അത്. അങ്ങനെ നമ്മുടെ ഒരുവിധ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് വെഡ്സ് ഇന്ത്യയിൽ വന്നാണ് നെക്ലസ് ഒക്കെ എടുത്തത്. പിന്നെ ഡ്രസ്സ് ഓൾട്ടർനേഷന് കൊടുത്തത്, അത് ഞാൻ ഒന്നുകൂടി ഇട്ട് നോക്കിയപ്പോൾ കുറച്ച് ഓൾട്ടർനേഷനും കൂടെ ഉണ്ട്. അപ്പം ഞാൻ വീണ്ടും ഇട്ടപ്പോൾ ഇവിടെ കുറച്ച് നെക്കിൻ്റെ സൈഡൊക്കെ ലൂസ്, അപ്പോൾ അതൊന്നുകൂടെ കൊടുത്തേക്കുവാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ റിസപ്ഷൻ ഉണ്ട്, മാരേജ് കഴിഞ്ഞതിൻ്റെ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അതും കൂടെ എടുക്കാമെന്ന് വിചാരിച്ച് ഇപ്പം നമ്മൾ റിങ്ങും കൂടെ വാങ്ങും. നെക്സ്റ്റ് ഡേ ആണല്ലോ എൻഗേജ്മെൻറ്റ്. പക്ഷെ കുറച്ച് ലേറ്റായി പോയി. ഷോപ്പിങ്ങും കാര്യങ്ങളും കുറച്ച് തിരക്കായത് കാരണമാണ് എല്ലാം ഇച്ചിരി ലേറ്റ് ആവേണ്ടി വന്നത്. അപ്പോൾ ഡ്രസ്സ് വാങ്ങിയതിൻ്റെ കൂട്ടത്തിൽ തന്നെ അടുത്തൊരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഫ്ലവറും വാങ്ങിയിരുന്നത്. ഞാനിപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗായ്സ്. ബ്രദറിൻ്റെ എൻഗേജ്മെൻ്റ് അല്ലേ, ഇപ്പോൾ നാളെ ഒരുങ്ങിയൊക്കെ പോകുന്നതിൻ്റെ ത്രില്ലാണ്. അപ്പോൾ ബാക്കി വിശേഷമൊക്കെ എൻഗേജ്മെൻറ്റ് വ്ളോഗ് കാണാം. അപ്പോൾ ബൈ.